ഹായ് ഫ്രണ്ട്സ്, നോക്കൂ. IT അഥവാ വിവരവിനിമയ സാങ്കേതിക വിദ്യ കേരള സിലബസ് മലയാളം മീഡിയം പാഠപുസ്തകത്തിലെ 5-ാമത്തെ അധ്യായമായ വെബ് പേജ് സ്റ്റൈലാക്കാം, 6-ാമത്തെ അധ്യായമായ റോബോട്ടുകളുടെ ലോകം എന്നീ പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഈ പുതിയ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ ഇത് 5-ാമത്തെ അധ്യായമായ വെബ് പേജ് സ്റ്റൈലാക്കാം എന്ന പാഠത്തില് 3 ചോദ്യങ്ങളാണ് 96-ാം പേജിൽ ഉള്ളത്. ഇതാ നോക്കൂ. ചോദ്യം 1. ഒരു വെബ് പേജിലെ ടെക്സ്റ്റ് പേജിന്റെ മധ്യത്തിൽ വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റൈൽ സവിശേഷത ഏതാണ്? എ. കളർ :#A569BD ബി. ഫോണ്ട് -family gentium basic സി. ടെക്സ്റ്റ് -align center ഡി. ഫോണ്ട് -weight bold ഓക്കെ, ഇതെല്ലാം CSS കമാൻഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റ് സെൻട്രലാക്കാൻ, മധ്യത്തിലാക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് സി ആണ്, ടെക്സ്റ്റ് -align center. ക്വസ്റ്റ്യൻ നമ്പർ 2. H3 style quotation text -align center color :#A569BD quotation close greater than. അടുത്തത് ഹാൻഡ് മെയ്ഡ് നോട്ട്ബുക്സ്. ഇത് നമ്മുടെ HTML ഫയലിൽ കണ്ട ടെക്സ്റ്റ് ആണ്. അതിനുശേഷം /H3 greater than. ഇപ്പോൾ H3 നമുക്കറിയാം ഒരു ഹെഡിങ് ടാഗ് ആണ്. എന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇൻലൈൻ, ബി ഇന്റേണൽ, സി എക്സ്റ്റേണൽ, ഡി ഔട്ട്ലൈൻ. അപ്പൊ നമുക്കറിയാം H3 എന്ന് പറയുന്നത് ഒരു ഹെഡിങ് സ്റ്റൈലാണ്. ആ സ്റ്റൈലിന്റെ അകത്താണ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് CSS കമാൻഡ്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ലൈനിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആൻസർ എ ആണ്, ഇൻലൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്റ്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഏത് ടാഗ് ഉപയോഗിച്ചാണ് സ്റ്റൈൽ ഷീറ്റ്സ് HTML പേജിൽ ഉൾപ്പെടുത്തേണ്ടത്? ആൻസർ എ RIL, ബി ടൈപ്പ്, സി CSS, ഡി ലിങ്ക്. അപ്പോൾ നമുക്കറിയാം ആൻസർ ലിങ്ക് ചെയ്യുകയാണ് വേണ്ടത്. ഹെഡ് ടാഗിന്റെ ഇടയിൽ ലിങ്ക് എന്ന് പറയുന്ന കമാൻഡാണ് ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷമാണ് RIL എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഡി ആണ്, ലിങ്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് പോകാം. ഇതാ അടുത്ത പാഠഭാഗം, റോബോട്ടുകളുടെ ലോകം എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറാണ്. 115-ാം പേജിൽ ഇവിടെ 2 ക്വസ്റ്റ്യനാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു റോബോട്ടിൽ ആക്ച്വേറ്ററായി ഉപയോഗിക്കാൻ കഴിയുന്നത്? ആൻസർ എ IR സെൻസർ, ബി സെർവോ മോട്ടോർ, സി LED, ഡി ആർഡിനോ. അപ്പോൾ നമുക്കറിയാം ആക്ച്വേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ ആൻസറുകളിൽ സെർവോ മോട്ടറാണ്. അപ്പോൾ ബി ആണ് ശരിയായ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രോഗ്രാമാണ്. ചിത്രത്തിൽ നൽകിയ കോഡ് വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ കോഡൊന്ന് വായിച്ചു നോക്കൂ. വെൻ Arduino Uno starts up forever if read status of digital pin 4 equal to 0, then set servo on 10 to 0 angle, else set servo on 10 to 19 degree angle. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കിക്കോളൂ. എ ഡിജിറ്റൽ പിൻ 4-ൽ ഒരു ഔട്ട്പുട്ട് ഉപകരണം ബന്ധിപ്പിച്ചിരിക്കുന്നു. ബി ഡിജിറ്റൽ പിൻ 10-ൽ ഒരു ഔട്ട്പുട്ട് ഉപകരണം ബന്ധിപ്പിച്ചിരിക്കുന്നു. സി ഡിജിറ്റൽ പിൻ 4-ൽ ഒരു ഇൻപുട്ട് ഉപകരണം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡി ഡിജിറ്റൽ പിൻ 10-ൽ ഒരു ഇൻപുട്ട് ഉപകരണം ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ തന്നെ അതിന്റെ കമാൻഡ് വായിച്ചാൽ അറിയാം. ഫോർ ഈഫ് റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 4. അപ്പോൾ ഡിജിറ്റൽ പിൻ 4 ആണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ 4-ൽ നോക്കാം. ഡിജിറ്റൽ പിൻ 4-ൽ ഒന്നാമത്തെ ആൻസർ നോക്കൂ. ഡിജിറ്റൽ പിൻ 4-ൽ ഒരു ഔട്ട്പുട്ട് ഉപകരണം ബന്ധിപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ ഔട്ട്പുട്ട് ഉപകരണം അല്ല, റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻപുട്ട് ഉപകരണമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിയായ ആൻസർ സി ആണ്. ഡിജിറ്റൽ പിൻ 4ൽ ഒരു ഇൻപുട്ട് ഉപകരണം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ലാസ്റ്റ് പാഠവും അതിനകത്തുള്ള ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.